ഹായ് ഓൾ വെൽക്കം ടു ബഹറിൻ ഡയറീസ്. ഇന്ന് ഞാൻ വീണ്ടും ഒരു നഴ്സറി ടൂറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നഴ്സറിയുടെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ സെൽവ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നാണ് കേട്ടോ നഴ്സറിയുടെ പേര്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ ട്രാക്ടർ പോലത്തെ മെഷീൻസ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോട്ട്സ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ചെടികൾ പ്ലാന്റ് ചെയ്യാനുള്ള പോട്ട്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ധാരാളം ഭംഗിയുള്ള പോട്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോകളിലൊക്കെ കാണിച്ച പോലെ തന്നെ, പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പോട്ട്സുകളുടെ ഡിസൈനാണ് ഇവിടെ ഉള്ളത്. നല്ല വട്ടുള്ള പോട്ട്സുകളാണ് കേട്ടോ. എന്ത് ഭംഗിയിട്ടാണെന്നറിയോ പ്ലാന്റ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ള ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള കാക്ടസ് ഉണ്ട് കേട്ടോ. ചെറിയ കാക്ടസ് ആണിത്. പിന്നെ ദാ ഇവിടെ മോൺസ്റ്ററ പ്ലാന്റ് ഉണ്ട്. ഇത് കണ്ടോ, കാക്ടസിൻ്റെ വെറൈറ്റീസാണ്. ഈ ചെടിക്ക് നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നു, ഇപ്പോൾ ഓർമ്മയില്ല. അറിയാവുന്നവർ കമൻ്റ് ഇടണേ. ഇത് മുകളിൽ വീണ്ടും വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് റബ്ബർ പ്ലാന്റ് ആട്ടോ. റബ്ബർ പ്ലാന്റ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭംഗിയായിട്ട് തന്നെ ഇവിടെ പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസും ഉണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ക്ലോസ് ആയിട്ട് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ചെടി കണ്ടോ. ഇത് എലഫൻറ്റ് എന്തോ ആണ് ഇതിൻ്റെ പേര്, ഞാൻ മറന്നു. ചേമ്പില പോലത്തെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഇനി ഇതാണ് കേട്ടോ മെയിൻ ഒരുപാട് ചെടികളുള്ള ഏരിയ ആണ്. ഇതൊരു മിനി കാട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ചെടികളാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് തക്കാളി തൈകൾ കാണാൻ പറ്റും. ഇവിടെ പിന്നെ വലിയ വലിയ വാഴകളും പിന്നെ അരേക്ക പാമും ഒക്കെയാണ്. പുതിന കാണാൻ പറ്റും കേട്ടോ. പുതിനയുണ്ട്. അതുപോലെ തന്നെ മുളകിൻ്റെ തൈകളുണ്ട് കേട്ടോ. വലിയ വലിയ തൈകളുണ്ട്. ഒരു മിനി കാട് പോലെ ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ അരേക്ക പാമ്പുണ്ട്. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അരേക്ക പാമ്പിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതെന്താ കൈപ്പയ്ക്ക തൈകളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ ചെത്തിച്ചെടികളാണ് കാണുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3 BD ആണ് കേട്ടോ. നിറച്ച് പല വെറൈറ്റി കളറുകളിലുള്ള ചെത്തിച്ചെടികളെ നമുക്ക് കാണാൻ പറ്റും. റെഡുണ്ട്, മഞ്ഞയുണ്ട്, അങ്ങനെ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാട് തന്നെ കേട്ടോ. രാത്രി കാരണം ഒരു കാട്ടിലൂടെ പോകുന്നൊരു ഫീലാണ്. ഓരോ ചെടികളുടെ പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തായ്ലൻഡിൽ നിന്നുള്ളൊരു പ്ലാന്റ് ആണ്. ഇതെന്താ ജാതിക്കയുടെ കായ പോലെ ഉണ്ടല്ലോ. 9 BD കേട്ടോ അതിൻ്റെ വില എന്ന് പറയുന്നത്. പിന്നെ ഇത് നാരകം തോന്നുന്നുണ്ട്, നാരകം. പിന്നെ ഇതിൽ കൂടെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാവിൻ്റെ തൈ കാണാം കേട്ടോ. വലിയ വലിയ മാവിൻ തൈകളാണ് ചെടിയിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ വലിയ വലിയ മരങ്ങളാട്ടോ. ഈ സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ കുഞ്ഞ മാവിൻ തൈകളുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആര്യവേപ്പിൻ്റെ തൈകൾ കാണാം കേട്ടോ. തൈകളല്ല, അത്യാവശ്യം വലിയ ചെടികൾ തന്നെയാണ്.
ഇത് ആൽമണ്ടാട്ടോ, ബദാമിൻ്റെ ചെടിയാണ്, ബദാമിൻ്റെ തൈയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നതേ നല്ല വിലയുണ്ട് കേട്ടോ ഇതിന്. എത്രയാ അത് കാണാനില്ല, അത് മാഞ്ഞു പോയിരിക്കുകയാണ്. ഇവിടെ ആമകളുണ്ട് കേട്ടോ, നല്ല നീന്തി കളിക്കുന്ന ആമകളുണ്ട്. ഇത് റോസിൻ്റെ കേട്ടോ, റോസിൻ്റെ തൈകളുണ്ട് ഇവിടെ. 2 BD ഉള്ളൂ കേട്ടോ റോസിൻ്റെ തൈയുടെ വില എന്ന് പറയുന്നത്. ഇത് പേരക്കായയുടെയാണ്. പേരക്കായയുടെ വില എത്ര 22 BD എന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ നാരകം. പിന്നെ ഇത് നമ്മുടെ ഇതെന്തോ ഒരു എന്താ പേര് മറന്നു ഇതിൻ്റെ. ഇത് നാരങ്ങയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇലച്ചെടികളാണ് കേട്ടോ. ഇവിടെ ഇത് ഉണ്ടാവാൻ കുറച്ച് പ്രയാസമാണ്, കാരണം നാട്ടിൽ തന്നെ ഇത് വെക്കുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ ഉണങ്ങിപ്പോവും. അപ്പോൾ ഇത് ഈ വിൻ്റർ സീസണിൽ മാത്രം ഉണ്ടാവുന്നതാണ് കേട്ടോ. വിൻ്റർ കഴിഞ്ഞ് സമ്മർ തുടങ്ങുമ്പോൾ ഇതൊക്കെ വാടിപ്പോവും. ഇവിടെ ദേ ജമന്തി ഉണ്ട് കേട്ടോ. ജമന്തി 550 BD ഉള്ളൂ ജമന്തിക്ക്. പിന്നെ ഇത് മത്തങ്ങയുടെയാണ്, മത്തങ്ങയുടെ ചെടിയാണ്. വീഡിയോ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്കിതുപോലുള്ള പ്ലാൻ നഴ്സറി ടൂർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ 5-6 വീഡിയോസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.